കണ്ടില്ലേ എൻ്റെ നിത്യവഴുതന വിളവെടുത്തത്? എത്രയാ നിത്യവഴുതന കിട്ടിയത്? നിത്യവഴുതന നമുക്ക് കൃഷി ഉണ്ടാക്കാൻ എളുപ്പമാണ്. നിത്യവഴുതനൊക്കെ നമുക്ക് വിത്ത് ഉണ്ടാക്കുക, തൈ ഉണ്ടാക്കുക, വിളവെടുക്കാമല്ലോ. സൂപ്പറായിട്ട് വിളവെടുക്കുക. കണ്ടോ എൻ്റെ നിത്യവഴുതന അടിപൊളിയായത്. എങ്ങനെയാണ് നിത്യവഴുതന വിത്ത് ഉണ്ടാക്കിയത്, വിത്ത് മുളപ്പിച്ചത്, എങ്ങനെ നട്ടത്, വിളവെടുപ്പ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാ വീഡിയോ കാണിച്ചു തരാം. ഇതാ സൂപ്പറാ ഇങ്ങനെ പൊട്ടിച്ചിങ്ങെടുക്കാൻ. നമ്മൾ നട്ടുണ്ടാക്കിയത് നമ്മൾ തന്നെ അങ്ങനെ വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലുണ്ട്, നല്ല വിളവെടുപ്പുണ്ട്. രണ്ടും കാണിച്ചു തരാം. നടിയിലും കാണിച്ചു തരാം, പിന്നെ നട്ടുണ്ടായത് പഴയത് വിളവെടുക്കുന്നൊക്കെ കാണിച്ചു തരാം. ഏതാണെന്നറിയോ? നിത്യവഴുതന. ഈ നിത്യവഴുതന കുറേ പേരാദ്യമായിട്ട് കേൾക്കുകയാണ്. അതിൻ്റെ കായ പൂവൊന്നും കാണാത്തവരുണ്ട്, ആദ്യമായിട്ട് കാണുക ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ. പിന്നെ അത് കഴിക്കാത്തവരുണ്ട് പിന്നെ എല്ലാവരും വിചാരം കുറേ പേരുണ്ട് കേട്ടോ. ഞാനും ആദ്യം കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ ആരും കുറ്റം പറയില്ല, ഞാൻ കണ്ടത് പഠിത്ത കാലത്താണ്. അപ്പോൾ ഞാനും വിചാരിച്ച അങ്ങനെ വഴുതിന പോലെ ഇങ്ങനെ നിത്യം കായ്ക്കുക, അങ്ങനെയൊക്കെ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കണ്ടോടുകൂടെ ഞാൻ പിന്നെ നിത്യവഴുതന ഇഷ്ടം പോലെ നടു, എല്ലാവർക്കും വിത്ത് കൊടുക്കൂ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ, ഇതാണ് കേട്ടോ നിത്യവഴുതിന എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നിത്യവഴുതന നട്ട് വിളവെടുക്കാൻ തുടങ്ങി കുറേ ദിവസമായി. അപ്പോൾ അതൊക്കെ വേഗം തീർന്നു പോകുമല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും വിളവെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ നിത്യവഴുതന ഉണ്ടായതിൽ കൊല്ലം തന്നെ ഉണ്ടായതിൽ നിന്ന് മൂപ്പെത്തിയത് പിന്നെ കറുപ്പ് കളറായ വിത്ത് ഞാൻ മുളപ്പിച്ച് നടാൻ പോവുക കേട്ടോ. ഞാനത് നിങ്ങളെ കാണിച്ചു തരിക, വിശദമായിട്ട് കാണിച്ചു തരിക. വിളവെടുപ്പ് നിങ്ങൾക്ക് കാണാൻ, നിത്യവഴുതന നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ നടുന്നത് ഇങ്ങനെയുള്ളത് ഒരു ചാക്കിൽ ഞാൻ കാബേജ് നട്ട ചാക്കിയിരുന്നു. കാബേജൊക്കെ വിളവെടുത്ത് ഒരു സിമൻറ്റ് ചാക്കി നമുക്ക് 2-3 കൊല്ലമൊക്കെ എടുക്കുക. അതാ ഒന്നും ആയിട്ടില്ല. ഞാനങ്ങ് കെട്ടി മറിച്ചിട്ട ഉള്ളിൽ അതിൻ്റെ പേരൊക്കെ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങോട്ടാക്കി. ഇനി ഞാൻ നടാൻ ഒരുങ്ങട്ടെ. ഞാൻ ഏത് ചെടി നടുകയാണെങ്കിലും അടിയിൽ ഞാൻ ചകിരി ഇടും. ചകിരി ചോറല്ല, ചകിരി. ഇത് ചകിരിൻ്റെ ചോറൊക്കെ എടുത്തു പോയ ഇതെവിടുന്നാണ് കിട്ടിയെന്ന് പറയാൻ എനിക്ക് തന്നെ കുറവാ. എൻ്റെ ബെഡ് പൊളിച്ചാന്നുള്ള ഇനിയും തീർന്നില്ല എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കൂ. പക്ഷെ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ചും കൊണ്ട് കുറേ പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ വേണ്ടാത്ത ബെഡൊക്കെ അപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കത്തിക്കുന്നതിന് പകരം. ഇത് കത്തിക്കാൻ വെച്ചായിരുന്നു ഞാനിങ്ങനെ ചെയ്തത്. ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ഒലിച്ചും പോവൂര, നമ്മൾ ഹോൾസ് ഇടുന്നതാണല്ലോ ഇതിനൊക്കെ, ഒലിച്ചും പോവൂര, കുറച്ച് നനവടെ പിടിച്ച് നിൽക്കും, നമുക്ക് വെയിറ്റ് തീരെ ഉണ്ടാവൂര. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന് പരത്തിയിട്ട് ലെവല് ചെയ്യാൻ. ഇത് വയനാടാണ്, ഭയങ്കര തണുപ്പാണ് അവിടെ. നിങ്ങളവിടെ തണുപ്പുണ്ടോ? പിന്നെ ഓരോരുത്തർ ചോദിക്കുക എന്നോട് കടുവ പോയോന്ന്. കടുവ പോയിട്ടുണ്ട്, ആദ്യം കണ്ട ആ കടുവ പോയിട്ടുണ്ട് ഞങ്ങളെ പഞ്ചായത്തിലുള്ള, പനമരം പഞ്ചായത്തിലുള്ള. പക്ഷെ അപ്പുറത്തെ പഞ്ചായത്തിൽ ഒരാളെ കൊന്ന് നമ്മൾ കേട്ടില്ലേ, എന്തൊരു സങ്കടമാണ് അത്. അപ്പം ഒരു കടുവയൊന്നും അല്ല. അപ്പം ഞാനത് പറഞ്ഞു തന്നതാ. ഇനി ഞാൻ അടുത്തത് കരിയിലിടട്ടെ. കരിയിലിടാത്ത ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവൂരല്ലേ എന്നോട് കമൻറ്റ് ചെയ്യും. എനിക്കതൊക്കെ തമാശയായിട്ട് ഞാൻ കാണുന്നു കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവർ പറയുന്നതെല്ലാം എനിക്ക് തമാശയാണ്. എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെത് കൃഷി മാത്രമല്ലേ, ഞാൻ വേറൊന്നും കാണിക്കുന്നില്ല, കൃഷിയാണ്. അത് കൃഷി നടുന്ന രീതികളും വിളവെടുക്കുന്നതും ഒക്കെയാണല്ലോ ഈ കാണിക്കുന്നത്. കരിയില ഞാൻ റോഡ് അടിച്ച് വാരിക്കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ദിവസവും കരിയില കിട്ടുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവൂലേ? അത് ആർക്കാരും ഉണ്ടാവും. എനിക്ക് ഇവിടെ പൂക്കളാ, ബോഗൺവില്ല, മെലസ്റ്റോമിയൊക്കെ, അതിൻ്റെയൊക്കെ കരിഞ്ഞ പൂക്കളാണ് എനിക്കുള്ളത്, കരിയിലല്ല. ഇത് ഞാൻ റോഡടിച്ച് വാരിയതാ. റോഡടിച്ച് വാരുമ്പോൾ എന്തെല്ലാം നന്മ ഉണ്ട് അതിലെന്നറിയോ? നമുക്ക് ഈ റോഡങ്ങ് അടിച്ച് വാരിയ റോഡ് നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ നമുക്ക് പള്ളി പോകുന്നവരുണ്ടാവും, മദ്രസ് പോകുന്നവരുണ്ടാവും, രാവിലെ സ്കൂൾ പോകുന്നവരുണ്ടാവും, ഓഫീസിൽ പോകുന്നവരുണ്ടാവും. അവരൊക്കെ കുളിച്ചൊരുങ്ങി പവറിൽ പോകുമ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലത്തൂടെ നടന്നോട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജീവികൾ ചുരുണ്ടുകൂടിയ കാണൂരല്ലോ, ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ഗുണമാണ്.
നമ്മളെ ഉദ്ദേശം വളത്തിന് വേണ്ടി കരിയിലെടുക്കുക എന്നുള്ളത്. അതിൻ്റെ പിന്നിൽ കുറേ ഗുണങ്ങളുണ്ട് എന്ന് പറയുക. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര കുറവിന് ആരോ കാണുന്നതെന്നൊക്കെ ഞാൻ തിരിഞ്ഞു മാറി നോക്കി. ഇപ്പോൾ ഒന്നുമില്ല. എന്നോട് ചോദിക്കുക എന്തിനാ, അപ്പം ഞാൻ പറയും കൃഷി ചെയ്യാനാണെന്ന്. പിന്നെ ചോദ്യവും ഇല്ല. അങ്ങനെ ഇതൊക്കെ അതാട്ടോ. നിങ്ങൾക്ക് കരിയില ഒന്നും ഇല്ല എന്ന് പറയുന്നവരോട് പറയുക, റോട്ടുമേലിട്ട് എറിഞ്ഞോളി, ഇഷ്ടം പോലെയാ. നിങ്ങൾ ചെയ്യുന്ന 2 നന്മകളുണ്ട് എൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. പഠിച്ചോൻ്റെ അകത്തുനിന്ന് കൂലിയും കിട്ടും. എന്താ പിന്നെ മണ്ണ് കുറച്ച് മതി, വളരെ കുറച്ച് മണ്ണ് മതി. ഇതൊക്കെ ഒരു മണ്ണാവലുണ്ട്. എനിക്ക് ഇന്ന് രാവിലെ റോഡ് അടിച്ചേരിട്ട് കിട്ടിയത് അതാ പടപട നെല്ലുന്നത്. പിന്നെ ഗ്ലൗസ് ഇട്ടില്ല, ഞാൻ നല്ലോണം നോക്കിയിരുന്നു. ഗ്ലൗസ് ഇട്ടാൽ എനിക്ക് പണി എടുക്കുന്ന ഒരു സുഖം കിട്ടുന്നില്ല. എന്താ മണ്ണ് ഞാൻ ഓരോ ചട്ടിയിൽ എടുത്ത് വെക്കല. ഇതൊക്കെ ഓരോ ചെടിൻ്റെ വിളവെടുത്തതിൻ്റെ ഒക്കെ ബാക്കി ഉണ്ടാവും എടുത്ത് കഴിഞ്ഞ ചാക്കിൻ്റെ അടിയിൽ. അതായത് അത് നല്ല കരിയില കമ്പോസ്റ്റ് തന്നെയാണ് സംഭവം. പിന്നെ കരിയില കമ്പോസ്റ്റ് ഇടാൻ മറന്നോന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. മറന്നില്ല, ഞാൻ ഇനി ഇടും. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് സമയം പോക്കണ്ടായി വിചാരിച്ചിട്ട്. അതൊക്കെ അത് കുറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇടേണ്ടി വരും, ഇതൊക്കെ അങ്ങ് ഇരിക്കൂ, നനഞ്ഞാലങ്ങ് ഇരിക്കൂ. ഇതാ മണ്ണിട്ടു. ഇനി ഞാൻ ബോഗൺ വില്ല ഇനി ഞാൻ നിത്യവഴുതന തൈ കൊണ്ടുവരട്ടെ, വിത്ത് കൊണ്ടുവരട്ടെ, നടുന്ന് കാണിച്ചു തരട്ടെ. നടുന്നതിൻ്റെ മുമ്പേ ഞാൻ തൈ ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നിത്യവഴുതന ഇതാണ് നിത്യവഴുതന. ചെടിയിൽ നിന്ന് തന്നെ മൂപ്പ് എത്തിയിട്ട് വിത്തായി മാറിയത് കണ്ടോ. ഇത് വീട് പോയതാട്ടോ, വീട് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല വിത്താ, എൻ്റെ കൈ കാണിക്കാൻ പറ്റൂല. ഇതിങ്ങ് പൊളിക്കുക. ഇതിങ്ങ് പൊളിച്ചാൽ 4 വിത്തുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ അത് ഇവിടെ തന്നോ വള. കണ്ടോ വിത്ത്, കണ്ടില്ലേ? കറുപ്പ് കളറിലുള്ള. ഇത് അത്ര കറുപ്പായില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളിവിടുത്തെ കാപ്പിപ്പരിപ്പ് പോലെ അതിലുള്ള കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. വേറൊന്ന് മൂപ്പത്തി കറുത്തത്. എന്തെങ്കിലും പൊളിക്കുക. 4 എണ്ണ. അല്ല ഇപ്പം നല്ല ആരോഗ്യമുള്ള ഉണ്ടാകുന്നത്. ചെടി തന്നെ ആരോഗ്യമുള്ള ചെടി ആയതുകൊണ്ട് വിത്ത് നല്ല ആരോഗ്യമുള്ള. അതാ 4 കണ്ടോ. ഒന്ന് തന്നെ കിട്ടുന്ന അതൊക്കെ. 2 പണ്ട് എനിക്ക് അറിഞ്ഞൂടെ വിത്ത് മുളപ്പിക്കാൻ കഴിയുന്നത്. അതാ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. എനിക്കറിയാത്തത് പിന്നെ ഞാൻ അറിയുമ്പോൾ അത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഇതെല്ലാം ഇവിടെ നിന്നോട്ടെ, ഒക്കെ വളയിക്കോളൂ. ഇനി ഞാൻ ഈ വിത്ത് പാകുന്നത് കാണിച്ചു തരാം കേട്ടോ. മുളക്കുന്നത് എൻ്റെ സ്ഥിരം പല്ലവി. ഞാൻ എന്താണോ സ്ഥിരം ചെയ്യുന്നത് അത് തന്നെ. പ്ലാവിൻ്റെ ഇല എടുത്തു, കുമ്പിള് കുത്തി അതിലേക്ക് മണ്ണ് നിറക്കും. മണ്ണ് നിറച്ചിട്ട് ഒരു വിത്ത്, ഒരു വിത്ത് ഇതങ്ങോട്ട് ഇടും. കുറച്ച് വിത്തങ്ങ് മൂടണം. അങ്ങനെ ഇട്ടിട്ട് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇത് കൂർപ്പായിട്ട് ഏടി നിൽക്കൂല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനുണ്ട്. വേറൊന്ന് ഞാൻ വിത്താകുന്നത് കാണിച്ചിരുന്നു. അങ്ങക്ക് സംശയം തീർന്നോട്ടെ. ചിലർക്ക് ഇത് ബോറായിരിക്കും, ചിലർക്ക് ഇത് നിർബന്ധമായിട്ട് ഇത് സംശയമായിരിക്കും. ഇത് വേഗം മുളക്കൂട്ടോ. അങ്ങനെ ഒരു സംഭവം ഇതിനുണ്ട്. ഇത് കട്ടിയുള്ള പിന്നെ കണ്ട വലിപ്പം ഒക്കെ ആണെങ്കിൽ കൂടിയിട്ട് വേഗം മുളക്കും. നമുക്ക് ഈ പൂച്ചട്ടിൻ്റെ ഇടയിലിടോ കൊണ്ടുപോയിട്ടാൽ മതി. കാരണം ഇതിന് നനക്കും അതിനും കിട്ടും. ഞാൻ 3 എണ്ണം ഇപ്പം നടുന്നുള്ളൂ. 3 എണ്ണം നട്ടു. ഇനി ഇത് 3 എണ്ണം വേറെ ദിവസം ഞാൻ നടു. ആളായി വന്നിട്ട് പ്ലാവിൻ്റെ ഇലന്നൊക്കെ കുത്തി ഇങ്ങനെ നട്ടാൽ പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക, ഭൂമി നമുക്ക് രക്ഷിക്കാം. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ തൈ വലിച്ചൂരി കൊണ്ടുപോയി നടണ്ട.
തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ വലിച്ചൂരി വേര് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ കൊണ്ടൊരു മണ്ണിലങ്ങ് ഇറക്കി വെക്കുക. അതന്നെ ഒരു ജൈവമാണ്, പ്ലാവിൻ്റെ ഇല. ഇനി ഞാൻ അങ്ങനെ നട്ട് മുളച്ചത് കാണിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ലൈവാ. ഇതാ പ്ലാവിൻ്റെ ഇല. അധികമൊന്നും ആയില്ല, ഞാൻ എടുത്ത് വെച്ചതാ. കണ്ടോ, ഇതിനൊരു വെട്ടാട്ടോ. ഈ ഇല്ലാണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു അടയാളാണ്. ഇത് നമ്മളെ ഇതിൻ്റെ നിത്യവഴുതനേൻ്റെ ഒരു പ്രത്യേകത. അത് ഇതാ ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരെ വേണ്ട ഇല ഇല്ല. ഇതിങ്ങനെ ചെത്ത. ഇതാ വേറൊന്ന് ഇതാ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഒക്കെ കൊണ്ടുവച്ചേന് ഞാൻ. ഇതാ ഉണങ്ങിയ ഇല പോലെ തന്നെ ഉണ്ടാവും. രാവിലെ നനച്ചിട്ടും ഇതിൻ്റെ ഒന്നും അടയാളം തന്നെ ഇല്ല. അങ്ങനത്തെ വെയിലുവാട്ടോ ഇവിടെ. തണുപ്പും ഉണ്ട്, അതുപോലെ തന്നെ വെയിലുവാ. വെയിൽ സഹിക്കാൻ പറ്റാത്ത. ഇതാ മൂന്നാമത്തെ എന്താ മുളപ്പിച്ചതാ അത്. ഇനി ഇത് മൂന്നാകുമ്പത്തിന് ഞാൻ ഈ മൂന്നെണ്ണം ഞാൻ ഇതിൽ നടു. കുറച്ച് കഴിഞ്ഞാൽ അതാളാകുമ്പോൾ അത് വേറൊന്നിൽ നടു. അങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ നിത്യവഴുതന ഒരു ചങ്ങലയാണ്. ഇത് കഴിയുമ്പോൾ വേറൊന്ന് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിയും വേണ്ട, ഒക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്കാണ്. വിത്തുണ്ടാവും. ഒരു തൈ കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ തന്നെ ഒരു തൈ കിട്ടിയാൽ പിന്നെ അതിന് ഉപ്പേരി വെക്കാനും ഉണ്ട്, തോരൻ വെക്കാൻ അതും ഉണ്ട്, വിത്താക്കാനും ഉണ്ട്, എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ ഉണ്ടാവും. ഇനി അത് നടാൻ പോവുകയാണേ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. ഓരോരുത്തർ പറയുന്നുണ്ട് ഞാനും ഇങ്ങനെ കരിയിലയിലാണ് നടുന്നത്, പിന്നെ വിത്ത് ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയിൽ മുളപ്പിച്ചിട്ടാണ് നടുന്നത്, നിങ്ങൾ ദ്വാരക്കണേന്നൊക്കെ. നിങ്ങളതൊക്കെ ഉഷാറാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. എൻ്റെ കണ്ടിട്ട് നിങ്ങൾ നടുന്നതല്ലേ ഒക്കെ കമൻറ്റിൽ കണ്ടതാട്ടോ. ഇതാ വിജയകരമായിട്ട് 3 എണ്ണം നട്ട്. ഇനി ഞങ്ങൾക്ക് എൻ്റെ പഴുത് വിളവെടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇനി കുറച്ചേ ചകിരി അല്ല ഇതിട്ട് കഴിഞ്ഞാലേ പെട്ടെന്നൊന്നും ഉണങ്ങിപ്പോരാ. ഇപ്പോൾ നമുക്ക് വേനലല്ലേ, നമുക്കും ദാഹമല്ലേ, അതുപോലെ തന്നെ ചെടികളെ കാര്യവും, ചെടികൾക്കും ദാഹ. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കണം. നമ്മളെപ്പോലെ തന്നെ നല്ലോണം വെള്ളം ഇവരും കുടിക്കണം. അപ്പോൾ ഈ ഉള്ള വെള്ളം കൊടുക്കുന്നത് അങ്ങ് ഒലിച്ചു വേണ്ട, AC പോലെ അങ്ങനെ നിൽക്കും. നമ്മൾ വളരെ ക്ഷീണിച്ച നമ്മൾ ചൂടിൽ ഒന്ന് കിടക്കാൻ AC റൂം പോയി നോക്കി, അപ്പം അറിയാം അതിൻ്റെ സുഖം. അതുപോലെ ഇവർക്ക് അല്ല ചൂട് സമയത്ത് നനവ് ഇങ്ങനെ കിട്ടുമ്പോഴേ, നനവ് ഇങ്ങനെ പോവാണ്ടിരിക്കുമ്പോൾ ഒരു AC ഫലം ചെയ്യും. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ 3 എണ്ണം നട്ട്. ഇനി ഞാനിതിലേ കുറച്ചും കൂടെ മണ്ണിട്ടാട്ടെ. മണ്ണ് ഇനി കരിയില കമ്പോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, കോഴിവളം എൻ്റെ കയ്യിലുണ്ട്. ആ കഴിഞ്ഞ സമയമാകുമ്പോൾ ഞാനിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ പൂക്കളൊക്കെ അടിച്ചു വാരിയ പൂക്കളെ, കരിഞ്ഞ പൂക്കളാണ് എനിക്ക് കാര്യമായിട്ടുള്ളത് ഇടാൻ. എല്ലാം ഞാനിടും. ഞാനിങ്ങനെ നീട്ടി നിങ്ങൾക്ക് ബോറടിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞ് തെന്നും പോവുക. പിന്നെ ചിലർ പറയും നീണ്ടു പോകുന്നുണ്ടല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നത്, കാണിച്ചിരുന്നത്. അല്ലാതെ അങ്ങനെ നീളട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, നീണ്ടു പോവുക പറഞ്ഞിരുമ്പോൾ. ഇതാ അങ്ങനെ വിജയകരമായിട്ട് 3 നിത്യവഴുതിന ഞാൻ നട്ടുപിടിപ്പിച്ചു. ഇതാ കണ്ടില്ലേ, സൂപ്പറല്ലേ, എന്താ അടിപൊളി, നല്ല കരുത്തുള്ള തൈ. ഇത് ഞാൻ നഴ്സറി പോയിട്ട് പണ്ടിട്ടോ, നഴ്സറി പോയിട്ട് വാങ്ങിയത് ഒന്നിന് 25 രൂപയാണ്. ഇതാ ഇതിന് ഈ തൈക്ക് നമ്മളെടുത്ത് എത്ര ഉണ്ട്. ഇതൊക്കെ വിത്ത നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ എല്ലാം ഈസിയാണല്ലോ. അതെല്ലാം വിത്ത ഒക്കെ ഞാൻ നടും, എല്ലാം ഞാൻ ഇങ്ങനെ ആക്കി വെക്കും. ഇങ്ങനെ ആക്കിയതാ ഇതൊക്കെ വിത്ത. അങ്ങനെ ഇന്ന് ഞാൻ നിത്യവഴുതന വിളവെടുപ്പും നിത്യവഴുതന തൈ ഉണ്ടാക്കലും, തൈ ഉണ്ടാക്കി വലുതായതും നടുന്നതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നു കേട്ടോ. ഇതിൽ നിന്ന് ഒരു സംശയവും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിത്യവഴുതന ഞാനൊന്ന് ഒന്നും കൂടി വിശദമായിട്ട് കാണിച്ചു തരാം. കായ് വിളവെടുത്ത് ഇതെല്ലാം ഒത്ത പാക, ഇതെല്ലാം നമുക്ക് വിളവെടുക്കാം. ഇപ്പം ഞാൻ വിത്ത് ഉണ്ടാക്കുന്നത്, തൈ ഉണ്ടാക്കുന്നത്, എങ്ങനെ തൈ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ. കണ്ടില്ലേ അങ്ങനെ നട്ടിട്ട് നിത്യവഴുതന ഉണ്ടായത്.
ഇത് അങ്ങോളുണ്ട്. അതൊക്കെ ഇന്നിപ്പം വിളവെടുക്കുന്നത്. താഴെ ഇത് കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. ഇതല്ല ഈ മൂപ്പെത്തിയത് നമുക്ക് തോരന് പറ്റൂല. ഇതൊക്കെ കളറ് മാറിയേ കണ്ടോ. ഇതൊക്കെ കളറ് മാറി. ഈ കളറ് മാറിയ വിത്തായിപ്പോയി. എല്ലാം നന്നായിട്ടുണ്ടാവും നോക്കിയാൽ. ഇതാണ് എൻ്റെ നിത്യവഴുതിന വിളവെടുത്തത്. കുറേ ഉണ്ട്. ഇതിൻ്റെ ഫുള്ള് എടുക്കും കേട്ടോ. നമ്മൾ ഫുള്ള് എടുക്കും, ഒന്നും കളയാനില്ല. കണ്ടില്ലേ നിത്യവഴുതന. പണ്ട് കാലത്തെ കമ്മലിൻ്റെ ഇത് മുട്ടുപോലെ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ. ഇത് കണ്ടോ, ഇതാണ് നിത്യവഴുതിന. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടവർക്കൊക്കെ ഇതൊക്കെ പുച്ഛായിരിക്കും, എന്ത് എന്നൊക്കെ വിചാരിക്കും. ഇതാണ് നിത്യവഴുതിന. ഒന്നും കൂടി വിശദമായിട്ട് കാണിച്ചു തരാം കാണാത്തവർക്ക്. കണ്ടില്ലേ, എനിക്കിന്ന് ഇത്രയും വിളവെടുത്തു. ഇതെത്ര ഉണ്ട്. നിത്യവഴുതന കടയിലുള്ള വില അറിയില്ല, ഇതിനുള്ള വില തൈക്കുള്ളതേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ നിത്യവഴുതിന വീഡിയോ, നടിയിലും വിളവെടുപ്പും വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.